ഉണ്ട് വിശേഷങ്ങൾ? അപ്പൊ ഇന്ന് നമ്മൾ നസ്രായന്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് റെഡിയാക്കാൻ പോവാണ്. നമ്മൾ ആദ്യം തന്നെ പഞ്ചസാരയാണ് എടുത്തത്. പഞ്ചസാര ലോ ഫ്ലെയിമിലിട്ട് പാനിയാക്കണം. ഓക്കെ, പാനിയായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടുവെള്ളവും പാകത്തിനുള്ള ചൂടുവെള്ളവും എണ്ണയും ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരിയും ചെറിയും ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചാറിയതിന് ശേഷം ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ റമ്മിൻ്റെ ഫ്ലേവറും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൈദ എടുത്തു, അതിലേക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ഇട്ട് നന്നായി ഇളക്കി പിന്നെ നമ്മുടെ മുട്ട എടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പാനിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ വാനിലയുടെ ഫ്ലേവറാണ് ഇട്ട് കൊടുക്കുന്നത്. വാനിലയുടെ ഫ്ലേവറിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈന്തപ്പഴം, നമ്മുടെ ഡേറ്റ്സ്, കാഷ്യൂ നട്ട്സ്, ബദാം എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നട്ട്സ് കൂടുതലിട്ടത് നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, പിന്നെ രുചിയും ഗുണവും എല്ലാം കൂടും. പിന്നെ അതിലേക്ക് നമ്മളുടെ മാവ് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നല്ല ബാറ്റർ ആക്കിയിട്ടുണ്ട്. ഓറഞ്ച് തൊലി പിഴിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പാത്രത്തിലേക്ക് നമ്മൾ ബട്ടറും മൈദയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഈ പാത്രം സെറ്റ് ചെയ്തത്. മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുത്തു. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ നസ്രായൻ്റെ ബർത്ത്ഡേ കേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ.